നമ്മുടെ വെളിപ്പുറത്ത് അവനുണ്ടാവണം. ആ, നന്ദൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാ. ഇല്ലെങ്കിൽ എന്തോ ഭീഷണിയുടെ പുറത്ത് ഫോൺ ഉപേക്ഷിച്ചു. ആ, അതാ നല്ലത്. കെവിനുണ്ടല്ലോ. ശരി, എന്തായാലും ഇനി അവനെ വാ തുറക്കാൻ അനുവദിക്കരുത്. ആ, ഓക്കെ, ബൈ. എന്താ? ആർക്കാ നീ ഫോൺ ചെയ്തേ? ഇസബല്ലയ്ക്ക്. എന്തിനാ പിന്നെ അവളെ വിളിക്കുന്നേ? ഉണ്ടാക്കിയ കുഴപ്പങ്ങളൊന്നും പോരാഞ്ഞിട്ടാ? നോക്ക് ഋഷി, പലവട്ടം പറഞ്ഞു എത്രയും വേഗം എല്ലാം അവസാനിപ്പിക്കണമെന്ന്. ഇനിയും അനുസരിക്കാൻ വയ്യെങ്കിൽ ഞാൻ തന്നെ ആ സത്യങ്ങൾ എല്ലാവരോടും വിളിച്ചു പറയും. അമ്മേ, ഞാൻ പറഞ്ഞു ഇതൊരു പകരം ചോദിക്കല. അതിന് അതിൻ്റെതായ രീതികളൊക്കെയുണ്ട്. ലക്ഷ്യം പൂർത്തിയാക്കാൻ സമയവും എടുക്കും. വിചാരിക്കുന്ന നേരത്തൊക്കെ അവസാനിക്കണമെന്നില്ല. എന്താടാ പകരം വീട്ടുന്നതിനെ കുറിച്ച് നീ എനിക്ക് ക്ലാസ് എടുക്കുവാണോ? ഞാൻ അമ്മയ്ക്ക് ക്ലാസ് എടുക്കാനോ? പ്രതികാരം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അമ്മയെന്നല്ലേ ഞാൻ കണ്ടുപിടിച്ചത്. ബുദ്ധിപരമായി നന്ദനെയും ദേവികയെയും അമ്മയുടെ കമ്പനിയിൽ എത്തിച്ചത് പകരം ചോദിക്കലിന്റെ ആദ്യപടി അല്ലായിരുന്നോ? നന്ദനെയും ദേവികയും തമ്മിൽ തെറ്റിച്ചതും ദേവികയെ തിരഞ്ഞെടുപ്പിൽ നിർത്തിയതും ത്യാഗരാജനെ മുന്നിൽ നിർത്തി കാര്യങ്ങൾ നടത്തിയതും ഒക്കെ എന്തിനായിരുന്നു? അമ്മയുടെ ആജന്മ ശത്രുവായ പ്രഭാവതിയോടുള്ള പ്രതികാരത്തിന് വേണ്ടിയായിരുന്നില്ലേ? അമ്മ പറ, പ്രതികാരം അല്ലാതെ വേറെ എന്തെങ്കിലും ചിന്തയുണ്ടായിരുന്നോ ആ ദിവസങ്ങളിൽ അമ്മയുടെ മനസ്സിൽ? അമ്മയുടെ മോനല്ലേ ഞാൻ. ആ രക്തം എന്റെ ഞരമ്പില്. ഏതൊരു ഘട്ടത്തിൽ അമ്മയുടെ മനസ്സ് മാറി. ദേവികയോടും നന്ദനോടൊക്കെ ഇഷ്ടമായി. അവരോട് ക്ഷമിച്ചു. പ്രഭാവതിക്ക് മാപ്പും കൊടുത്തു, അല്ലേ? പക്ഷെ ഇടയ്ക്ക് വെച്ച് കീഴടങ്ങാൻ എന്നെ കിട്ടില്ല. എന്നോട് ചെയ്തതിന് ഞാൻ പകരം ചോദിക്കുക തന്നെ ചെയ്യും. ആ കുടുംബത്തെ ഞാൻ പൊളിച്ചടുക്കുമേ. മോനെ, നീ എന്തൊക്കെയായി പറയുന്നേ? ജീവിതകാലം മുഴുവൻ മരിച്ചയാളായി അകത്തിരിക്കേണ്ടി വന്നാലും ശരി, ലക്ഷ്യം കണ്ടിട്ട് ഞാൻ അടങ്ങൂ. അതിനാരുടെയൊക്കെ സഹായം കിട്ടുമോ ആ സഹായമൊക്കെ ഞാൻ വാങ്ങും. ഇസബല്ല എങ്കിൽ ഇസബല്ല, കെവിൻ എങ്കിൽ കെവിൻ. അമ്മയ്ക്ക് സാധിക്കാത്തത് മക്കൾ നേടുമ്പോ അതിൽ അഭിമാനിക്കുകയല്ലേ ചെയ്യേണ്ടതമ്മേ?